ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചപ്പാത്തി, പൂരി, ദോശ ഇവക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷ് ഉണ്ടാക്കാം. വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റെസിപ്പിയാണിത്. എങ്കിൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എങ്കിൽ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ സവാള ആയതുകൊണ്ട് ഒരെണ്ണം, 6 അല്ലി വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിന് ഒരു പച്ചമുളക്, അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈര്. നമുക്കിതിലേക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുള്ളൂ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു മുൻപ് ഞാൻ ചോറിലേക്കും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി കാച്ചിയതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇപ്പോൾ കടുകെല്ലാം ഇവിടെ പൊട്ടിക്കഴിഞ്ഞു. ഈ ഒരു സമയം നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി വെളുത്തുള്ളിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഒരു 30 സെക്കൻഡോളം ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ കളറെല്ലാം ഒന്ന് മാറി തുടങ്ങും. ഫ്ലെയിം ഈ സമയമെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളിയുടെ നിറമെല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളക് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത്. ചപ്പാത്തി, പൂരി, റൊട്ടി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു സൈഡ് ഡിഷും കൂടിയാണ്. എല്ലാവരും ഇതൊരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച സവാള ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് വീണ്ടും ഇത് വഴറ്റിയെടുക്കണം. സവാളയുടെ കളർ മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കണ്ടില്ലേ, പച്ചമുളകും സവാളയും എല്ലാം നന്നായിട്ട് വഴറ്റി സവാളയുടെ നിറമെല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പൊടികൾ മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീർ ചില്ലി ആണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, നല്ല ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂണിനും താഴെയായിട്ട് ഗരം മസാല പൊടിച്ചത്, ഇനി ഒരു നുള്ള് കായത്തിൻ്റെ പൊടി. ഇത്രയുമാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി നല്ലൊരു മണം വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും ചേർത്ത് നമ്മുടെ മസാലയും ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മാത്രം ചപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു സൈഡ് ഡിഷാണിത്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ ചൂടെല്ലാം കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മസാലയും തൈരും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ദാഹി ടിക്കാരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.